നമ്മൾ 3 പതിറ്റാണ്ടുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന രൂപതയുടെ വലിയൊരു ആത്മീയ ശുശ്രൂഷയാണല്ലോ ബൈബിൾ കൺവെൻഷന്. അത് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ രൂപതയിൽ ആകമാനം ഒരു ചലനം സൃഷ്ടിക്കത്തക്ക രീതിയിൽ എല്ലാ ഇടവകകളിൽ നിന്നും സജീവമായിട്ടുള്ള പങ്കാളിത്തം ഭാഗഭാഗിത്വം അതിൽ ഉണ്ടായി. ഈ വർഷവും അതിലൊട്ടും കുറയാണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ അതിൽ അല്പം കൂടെ മെച്ചപ്പെട്ട രീതിയിൽ രൂപതാംഗങ്ങളെല്ലാവരും ഭരണങ്ങാനത്ത് അൽഫോൻസാമ്മയുടെ സവിധത്തിൽ വന്ന് ദൈവവചനം കേട്ട് നമുക്ക് മനസ്സിൽ ആത്മീയമായിട്ടുള്ള പുത്തൻ ചൈതന്യം സ്വീകരിക്കാനുള്ള അവസരമായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. വിപുലമായ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പല കാര്യങ്ങളും ഏതാണ്ട് ഒരുക്കങ്ങൾ പൂർത്തിയായ മട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഈ കൊല്ലത്തെ ഈ നമ്മളുടെ ബൈബിൾ കൺവെൻഷൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത പരിശുദ്ധ പിതാവ് ബെനഡിക്ട് പിതാവ് നവസുവിശേഷവൽക്കരണം എന്ന പേരിലുള്ള സിനഡ് നടത്തിയതിൻ്റെ ശേഷം വളരെ പെട്ടെന്ന് വരുന്ന ഒരു കൺവെൻഷനാണിത്. നവസുവിശേഷവൽക്കരണത്തിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞു, കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ജാഗ്രതയോടെ, നല്ല ആഭിമുഖ്യങ്ങളോടെ എല്ലാവരെയും സമീപിക്കാനുള്ള ഒരു വീക്ഷണമാണ് നവസുവിശേഷവൽക്കരണം. അത് പൗലോസ് മാർപ്പാപ്പായുടെ ചിന്തകൾ കൂടെ എടുത്ത് പരിശുദ്ധ പിതാവ് സിനഡിൽ പ്രത്യേകമായിട്ട് ഊന്നിപ്പറഞ്ഞ കാര്യമാണ്. അതിൽ അന്ന് പിതാവ് പറഞ്ഞ ഒരു കാര്യം, ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന തീഷ്ണത നമ്മുടെ തൊട്ട് അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കൂടെ കൊടുക്കണം. അതാണ് നവസുവിശേഷവൽക്കരണം. എനിക്ക് ദൈവവചനത്തോട് കിട്ടുന്ന ആഭിമുഖ്യം എൻ്റെ അയൽപക്കത്തുള്ള ആളുകൾക്ക് കൂടെ കൊടുക്കണം. ആ തരത്തിലാണ് നവസുവിശേഷവൽക്കരണം നടക്കേണ്ടത്. പുതിയൊരു സുവിശേഷമല്ല, അല്ലെങ്കിൽ പുതിയ കുറേ കാര്യങ്ങൾ നമ്മൾ പറയുകയല്ല. നമ്മളെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈശോയുടെ കാര്യം, സുവിശേഷത്തിൻ്റെ കാര്യം തീഷ്ണതയോടെ, ജാഗ്രതയോടെ, നല്ല തുറന്ന മനസ്സോടെ നമ്മൾ ഒന്നുകൂടെ പറയുകയാണ്, സംസാരിക്കുകയാണ്. അതുതന്നെയാണ് നമ്മളുടെ ഭരണജ്ഞാനം പല ബൈബിൾ കൺവെൻഷൻ്റെയും കാതലായിട്ടുള്ള വസ്തുത. കൺവെൻഷനിൽ എനിക്ക് ഉറപ്പുണ്ട് നാനാജാതി മതസ്ഥർ അതിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ദൈവവചനം പ്രഘോഷിച്ച് അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു ധാർമ്മികത, ക്രൈസ്തവ വീക്ഷണം, അവിടെ ഉരുത്തിരിയുന്ന ഒരു മാനവികത, അതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. സുവിശേഷം വളരെ ഈടുറ്റ ഒരു മാനവികത നമുക്ക് നൽകുന്നുണ്ട്. ആ മാനവികത എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും ദൈവത്തിൻ്റെ ഛായയുണ്ട്. എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അവരോടെല്ലാം നമുക്ക് കടപ്പാടുകളുണ്ട്. അങ്ങനെ നമ്മളുടെ വീക്ഷണങ്ങൾ നമ്മൾ ശരിയാക്കിയെടുക്കുകയാണ്. നമ്മളുടെ രൂപത പുതിയതായിട്ട് പല കാരിത്താസ് എന്ന പേരിലൊരു സംരക്ഷണ സമിതി, ഫിനാൻഷ്യലായിട്ട്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള രീതിയിലാണ് അത് ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിന് വിപുലമായ കൂടിച്ചേരുവ ഇനിയും ഉണ്ടാകും. അപ്പോൾ അത് എല്ലാം നമ്മൾ പറയുമ്പോഴും സുവിശേഷം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അവിടെയാണ് വന്നെത്തുന്നത്. ബൈബിൾ കൺവെൻഷൻ നമ്മൾ നടത്തുമ്പോഴും അവിടെയാണ് വന്നെത്തുന്നത്. നമുക്ക് ഈ പാവപ്പെട്ടവരെ, അല്ലെങ്കിൽ സുവിശേഷം കേൾക്കാൻ ആഗ്രഹമുള്ള മറ്റു മതസ്ഥരെ, അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സുവിശേഷത്തിന് അർത്ഥമില്ല. അതാണ് റിന്യൂവ്ഡ് ഹ്യൂമാനിറ്റി എന്ന് 23-ാം ജോൺ മാർപ്പാപ്പ വെറ്റിക്കാൻ കൗൺസിൽ വിളിച്ചപ്പോഴും ഉദ്ദേശിച്ച കാര്യം. നമ്മളൊരു നവീകരിക്കപ്പെട്ട മാനവികത എന്ന് പറയുമ്പോൾ സുവിശേഷത്തിൻ്റെ ഗ്രാമറായിട്ട്, ആത്മാവായിട്ട് നിൽക്കുന്ന ഈ കൺസേൺ ഫോർ ദ പുവർ, അത് രണ്ട് തരത്തിലും ആധ്യാത്മികമായിട്ട് പൂറായിട്ടുണ്ട്, ഭൗതികമായിട്ടും പൂറായിട്ടുള്ളവർ. ആ രണ്ട് കാര്യങ്ങളും കൂട്ടിയോജിപ്പിക്കുന്നതിലാണ് നവീകരിക്കപ്പെട്ട മാനവികത ഉണ്ടാകുന്നത്. പരിശുദ്ധ ജർമ്മനി ചെന്നപ്പോൾ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നമായ രാജ്യമാണ്, ബട്ട് യു ആർ പുവർ എന്ന് പിതാവ് അവരോട് പറഞ്ഞു. കാരണം നിങ്ങൾക്ക് ആത്മീയത കുറവാണ്.
ആത്മീയതയിൽ നിങ്ങൾ ദരിദ്രരാണ്, കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ദരിദ്രരാണ്, പൂവർ ഓഫ് ചിൽഡ്രൻ, പൂവർ ഓഫ് സ്പിരിച്വാലിറ്റി. അപ്പം അങ്ങനെയുള്ള തിരുത്തലുകളിലൂടെ കണ്ടെത്തുന്നതിനാണ് നമ്മൾ ഈ ബൈബിൾ കൺവെൻഷൻ നടത്തുന്നത്. ബൈബിള് സുവിശേഷം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ആ ഒരു നല്ല മനുഷ്യകേന്ദ്രിതമായ ഒരു സമീപനം നമ്മൾ കണ്ടെത്തണം. അവിടെയാണ് ഈശോയെ നമ്മൾ കാണുന്നത്, ഈശോയെ പ്രഘോഷിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നവീകരിക്കപ്പെട്ട മാനവികത നമ്മളുടെ പ്രദേശത്ത് 8 ലക്ഷത്തോളം ആളുകൾ ഈ രൂപതയ്ക്കുള്ളിൽ തന്നെ ഉണ്ട്, നമ്മളെല്ലാവരും കൂടെ. അപ്പോൾ അത് നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്.